അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ
ഉന്നതമായ മേഖലകളിലൊക്കെ വരുന്ന ഏറ്റവും പൈശാചികമായ നിലപാടാണ് ഈ ഡിപ്ലോമാറ്റിക് സൈലൻസ് എന്ന് പറയും. നയതന്ത്രപരമായ നിശബ്ദത എന്ന് പറയും. വെച്ചാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ മറ്റവരുടെ മുമ്പിൽ നമ്മുടെ നേരെ കൈ ചൂണ്ടപ്പെടും. അതുകൊണ്ട് നമ്മൾ തെറ്റാണെന്ന് പറയണില്ല, ശരിയാണെന്ന് പറയുന്നില്ല. നമ്മൾ നിശബ്ദത പാലിക്കുന്നു. അങ്ങനെ നിശബ്ദത പാലിക്കാൻ വചനത്തിൽ പ്രൊവിഷനില്ല. നിങ്ങളുടെ ഉത്തരം ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അവിടെ ഡിപ്ലോമാറ്റിക് സൈലൻസിന് ഇല്ല, പ്രൊവിഷൻ ഇല്ല. മത്തായി 5:37 നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ, ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പൊ ഈ ഡിപ്ലോമാറ്റിക് സൈലൻസുകാരെപ്പം ശ്രദ്ധിക്കണം. അത് ദൈവത്തിൽ നിന്നല്ല ഡിപ്ലോമാറ്റിക് സൈലൻസ് വരണത്, ദുഷ്ടനിൽ നിന്നാണ്. എൻ്റെ മക്കൾ, ഞാനെന്ത് ഇങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഇത് ഉട്ടോപ്യനാണെന്ന് നിങ്ങൾക്കറിയാം. എന്നുവെച്ചാൽ ഉട്ടോപ്യൻ വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികതയുടെ നിലം തൊടാത്ത സ്ഥലത്ത് മാത്രമേ ഇത് പാലിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. കാര്യം ഉടമ്പടിയുടെ ഓരോ പടികൾ ചെല്ലുന്തോറും മനുഷ്യന്മാർ ദൈവമായിട്ടുള്ള റിലേഷൻസ് വളരെ കലർപ്പില്ലാത്ത റിലേഷൻസൊക്കെ വരുന്നു. നിങ്ങൾക്ക് താഴെക്കിടെയുള്ള എല്ലാവർക്കും, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഇതിലേക്ക് വരാൻ നമുക്ക് വേറെ നമുക്ക് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വാതിലേ ഉള്ളൂ. അതാണ് വിഷയം. പുറകോട്ട് പോകാനാണെങ്കിൽ പല വാതിലുണ്ട്. ദൈവത്തിൽ നിന്ന് നമുക്ക് അകന്നു പോകാനാണെങ്കിൽ ഒരു 9 വാതിൽ വരും. ദൈവത്തെങ്കിലേക്ക് പോകാനാണെങ്കിൽ ഒരു വാതിലേ ഉള്ളൂ. അത് കർത്താവ് പറഞ്ഞത് അത് ഇടുങ്ങിയത് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഞെരുക്കം സ്വാഭാവികമായിട്ട് നമ്മൾ അനുഭവിക്കാതെ സത്യത്തിലേക്ക് കൂടി ജീവിക്കാൻ പാടായിരിക്കും. പക്ഷേ ഇത് അത്രയ്ക്ക് പാടില്ലെന്ന് ഈശോ പറഞ്ഞത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ട് ഞാൻ പോയ വഴികളേക്കാൾ മോശമായ വഴികളിലൂടെ നിങ്ങൾ പോകും. കർത്താവ് പോയ വഴികളേക്കാൾ മോശമായ വഴികളിലൂടെയാണ് സ്റ്റീഫനൊക്കെ പോയത്. എസ്തപ്പാനോസില്ലേ, അയാളെ പച്ചക്ക് പിടിച്ച് കലറിയല്ല ഞാൻ. അയാളാണെങ്കിൽ കർത്താവുമായിട്ട് ശിഷ്യന്മാരെ പോലെ അത്രയ്ക്ക് നടന്ന് പരിചയമുള്ള ആളല്ല. പക്ഷേ ഔട്ട്പുട്ട് ഭയങ്കരമാണ്. അപ്പോസ്തലന്മാരെക്കാൾ പിടിച്ചപ്പോൾ അപ്പോസ്തലന്മാർ ഓടിക്കളഞ്ഞില്ലേ, പക്ഷെ സ്റ്റീഫൻ ഓടിയില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റീഫൻ്റെ കല്ലറയിൽ പോയി കണ്ണീരിട്ട് ശരിക്കും റോമിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ. സ്റ്റീഫൻ ഓടാത്തൊരു ആളാണ്, അയാൾ ഡീക്കനാണ്. എല്ലാവരും ഓടിക്കളഞ്ഞപ്പോഴും ഓടാത്തൊരു സ്റ്റീഫൻ ഉണ്ടല്ലോ. അപ്പോസ്തലന്മാർക്ക് ശേഷവും സഭ നിലനിൽക്കുമെന്നുള്ളത് നമ്മളോട് പഠിപ്പിക്കണത് അപ്പോസ്തലന്മാരല്ല, സ്റ്റീഫൻ. സഭയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ നിങ്ങൾ എൻ്റെ മക്കൾ അഭിമാനം കൊള്ളാമെന്ന് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്. കാര്യം പൗലോസാണല്ലോ സ്റ്റീഫൻ്റെ സ്പോൺസർ. സ്റ്റീഫൻ്റെ ഈ നിലപാട് കണ്ടത് സൗളല്ലേ. അയാൾ സ്റ്റീഫനെ കണ്ടിച്ചാണ് പറയണത് നമ്മുടെ മതത്തിൻ്റെ രഹസ്യങ്ങൾ മനോഹരമാണ്. അത് സ്റ്റീഫനാണല്ലോ എൻ്റെ മതത്തിൻ്റെ രഹസ്യം. തിമോത്തി 3:16 നമ്മുടെ മതത്തിൻ്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. എങ്ങനെ പ്രഖ്യാപിച്ചതാണത്? സ്റ്റീഫനെ കണ്ടിട്ട് പ്രഖ്യാപിച്ചതാണ്. സ്റ്റീഫനെ കണ്ടല്ലേ ഇങ്ങനെ മറിയണത്. ശരിക്കും ഒരു പക്കാ കൊലപാതകി മറിഞ്ഞ് സാവൂള് സെൻറ്റ് പോളായിട്ട് മാറുന്ന ഒരു കറക്കമുണ്ട്. ആ സ്റ്റീഫൻ കറക്കി കളഞ്ഞ മനുഷ്യനെ. അതാണ് സ്റ്റീഫൻ്റെ മതമാണ് ഇയാളുടെ മനസ്സിരിക്കുന്ന മതം. ഹി ഹാസ് നെവർ സീൻ ജീസസ്. ഒരിക്കലും ജീസസിനെ കണ്ടിട്ടില്ല. ജീസസിനെ സ്റ്റീഫനെ കണ്ടോ എന്ന് നമുക്കറിയത്തില്ല.
ചെറിയൊരു പാരമ്പര്യം അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സുവിശേഷ ജീവിതം, 10,000ങ്ങളുടെ സുവിശേഷ ജീവിതം കണ്ട ഒരു മനുഷ്യനാണ്. ഈ മനോഹരമാണ് മതത്തിൻ്റെ രഹസ്യമെന്ന് പൗലോസിനെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പ്രേരണയായത്. എപ്പോഴും ഓർക്കണം, ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ കഴിഞ്ഞതിലെ ദൈവത്തോട് നന്ദി പറയണം. ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ സാക്ഷ്യം പറയാനായിട്ട് ഇത്ര സമയമെടുത്തതിനും ഞാൻ അമ്മയോടും എൻ്റെ ഈശോയുടെ നാഥനോടും ഞാൻ മാപ്പപേക്ഷിച്ച് തുടങ്ങുന്നു. എൻ്റെ പേര് സെബി തോമസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ വൈഫ് നൈസ് പോൾ, പെരിഞ്ചേരി ഇടവക തന്നെ. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ജോലിക്കും പിന്നെ എൻ്റെ വിവാഹ തടസ്സം മാറി വിവാഹം നടന്നതിന് വേണ്ടിയിട്ടാണ് ഈശോയോടും എൻ്റെ അമ്മ മാതാവിനോടും സാക്ഷ്യം പറയുന്നത്. 2004 വർഷത്തിൽ തന്നെ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് അവിടെ ജോലിയുടെ മാന്ദ്യം കാരണം അവിടുന്ന് എനിക്ക് ജോലി നഷ്ടപ്പെട്ടു. അവർ താൽക്കാലികമായി വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നീട് വിളിക്കാം, അറിയിപ്പ് നൽകിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ജോലി നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലേക്ക് വരികയാണ്, വേറെ ഉപാധികളൊന്നുമില്ല. പപ്പ മരിച്ച് ഒരു 2 ഇയർ ആയപ്പോഴാണ് ഞാൻ ജോലിക്ക് കുവൈറ്റിലേക്ക് പോയത്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം അമ്മോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, നീ പേടിക്കണ്ട, നീ വായോ, ഞാൻ എന്തായാലും കൃപാസനത്തിലേക്ക് പോയിട്ട് അവിടെ ഉടമ്പടി എടുത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നീ അത് പ്രകാരം അവിടെ പ്രാർത്ഥനകൾ അർപ്പിച്ചാൽ മതി. ആ സമയത്ത് എനിക്ക് ജോലിയുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറച്ച് ദിവസം അമ്മ പറഞ്ഞതനുസരിച്ച് ഒരു നല്ല കുട്ടിയെ പോലെ കേട്ട് പ്രാർത്ഥിച്ചു. പിന്നെ പതിയെ അത് ഞാൻ ഉഴപ്പാൻ തുടങ്ങി. അപ്പോൾ അവർ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ അമ്മയോടൊപ്പം കൃപാസനത്തിൽ വരികയും അപ്പോൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, എനിക്കും അമ്മയുടെ മുമ്പിൽ വന്ന് ഒരു സാക്ഷ്യം പറയണം. കാരണം 33 വയസ്സ് ആവുന്നേ ഉള്ളൂ, 30 കടന്നു. വിവാഹം അല്ല, എൻ്റെ കൂട്ടുകാരന്മാരും ബാക്കിയുള്ള ബന്ധുമിത്ര വിവാഹം നടക്കുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടിട്ട് അമ്മയും സഹോദരങ്ങളും ഭയങ്കരമായിട്ട് വിഷമിക്കുകയുണ്ടായിരുന്നു. ഞാനും അതുപോലെ തന്നെ. പിന്നെ ഒരു നല്ല ജോലിയില്ല, പപ്പ മരിച്ചതാണ്. അപ്പോൾ വീട്ടിലെ മൊത്തം ബാധ്യത എൻ്റെയിലാണ്. അപ്പം ഞാൻ കുടുംബത്തിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ ജോലിക്ക് പോയി അവരെന്തെങ്കിലും പഠിപ്പിക്കണം, അതെല്ലാം എൻ്റെ ചിന്തയിലുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മയോടൊപ്പം വന്ന് കൃപാസനത്തിൽ വന്നു, ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയോടൊപ്പം ഞാൻ ഉടമ്പടി എടുത്തില്ല, ഞാൻ വീട്ടിലേക്ക് പോയി. അവിടെ വീട്ടിലെത്തിയിട്ട് അമ്മയോടൊപ്പം 5:30 കൃപാസനത്തിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശുദ്ധ തൈലം പൂശുകയും ഉടമ്പടി ഉപ്പിട്ട് വെള്ളം കുടിക്കുകയും അങ്ങനെ പറ്റാവുന്നത് ഇൻ്റർവ്യൂകളിലേക്കും അറ്റൻഡ് ചെയ്തു. ഒന്നും ശരിയായില്ല. അപ്പോൾ ഞാൻ ഈശോയുടെ തിരുവചനത്തിന് മുമ്പിൽ, കുടുംബ പ്രാർത്ഥനയിൽ ഈശോയുടെ തിരുവചനത്തിന് മുമ്പിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് ജോലി ലഭിക്കാനായിട്ട് എനിക്കൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ കൃപാസന മാതാവിൻ്റെ അന്ന് അമ്മോട് ഞാൻ ചോദിച്ചു, അമ്മേ, ഒരു മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു, അത് മാതാവിൻ്റെ അഭിഷേകമായിരിക്കും, നീ കൃപാസനത്തിൽ ചെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നോക്ക്, മാതാവ് നിന്നെ കൈവിടില്ല. അടുത്ത പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉടമ്പടി എടുക്കാനായിട്ട് അമ്മയോടൊപ്പം വന്ന് ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ നിയോഗം വെച്ചു, എനിക്കൊരു നല്ല ജോലി ലഭിക്കുകയും ജോലി ലഭിക്കാനായിട്ട് പ്രാർത്ഥിച്ചു. അതോടൊപ്പം തന്നെ വിവാഹം, ജീവിത പങ്കാളി ലഭിക്കാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് പ്രകാരം ഞാനിവിടെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മാതാവിൻ്റെ പ്രദക്ഷിണയിൽ പങ്കെടുത്ത് തൈലം പൂശി മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് മടങ്ങി. അത് ആഗസ്റ്റ് 14 തീയതി 2024 ആഗസ്റ്റ് 14 തീയതിയായിരുന്നു. ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം എനിക്കൊരു ട്രാവൽ ഏജൻസിയിൽ നിന്ന് വിളിച്ചു,
ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓക്കെ ഞാൻ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത അപ്പുറം അവിടെ ഇൻ്റർവ്യൂ ചോദിക്കുന്ന ആൾ ചോദിച്ചു, നിൻ്റെ വേറെ നീ എഡ്യൂക്കേഷൻ ഏതാണ്, ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ ഡിഗ്രി, എൻ്റെ ഡിപ്ലോമ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചു, ഇത്രയും ദിവസം നീ ഡിഗ്രിയും ഡിപ്ലോമയും വെച്ചിട്ട് ഈ ടെക്നീഷ്യൻ ജോലിയിലാണോ നോക്കുന്നത്, വേറെ ഹയർ ലെവലിലേക്ക് നീ നിനക്ക് നോക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഉവ്വ്, പക്ഷേ ട്രൈ ചെയ്തു, കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്ന് അപ്പം എൻ്റെ മാതാവിൻ്റെ തിരുരൂപം എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ മുറുകി പിടിച്ചിരിക്കും പ്രാർത്ഥിക്കായിരുന്നു. വിശ്വാസപ്രമാണം ഉള്ളിൽ ചെല്ലുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്തു. ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അമ്മയെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ടായി. ആൾ എന്നെ വിളിച്ച് ചോദിച്ചു. അത് കഴിഞ്ഞ് എന്നെ വീണ്ടും അകത്തേക്ക് വിളിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, നീ പ്രതീക്ഷിക്കാത്തതിൻ്റെ രീതിയിൽ നിനക്ക് ഞാനൊരു ഓപ്പർച്യൂണിറ്റി തരാണ്. ഒരു സൂപ്പർവൈസേഷൻ പൊസിഷനിൽ, മെക്കാനിക്കൽ സൂപ്പർവൈസേഷൻ പൊസിഷനിൽ നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരാണ്. നീ അതിൽ കഴിവ് തെളിയിക്കണം. അതുക്കപ്പുറം അതിനപ്പുറം തന്നെ നിനക്ക് അതിലൊരു ജോലിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ എൻ്റെ മാതാവിനോടൊന്ന് നോക്കി, മാതാവേ, ഇത്രയും ചെറിയ ജോലി പ്രതീക്ഷിച്ച് ഞാൻ പോയേ, ഞാൻ ഇത്രയും വലിയ ജോലി എനിക്ക് ലഭിച്ചതിന് എൻ്റെ മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ വിവാഹം ആലോചനയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വിവാഹം ആലോചന നടന്ന് ഇവളുടെ വീട്ടിൽ സംസാരിച്ചു, കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മാധവനോട് പറഞ്ഞു 6 മാസം കഴിഞ്ഞ് ഞാൻ കല്യാണത്തിന് വരുമ്പോൾ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാം എന്ന്. അന്ന് എനിക്ക് സാധിച്ചില്ല. ഇന്ന് ഞാൻ ലീവിന് വന്നപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, മാതാവേ, ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറയുകയും അതിനപ്പുറം തന്നെ ഞാനിപ്പോൾ വന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ സാക്ഷ്യം പറയുന്നു. എനിക്ക് ഈ ലഭിച്ച 1000 അവസരങ്ങളും 1000 അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനെ അർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്നു. പിന്നെ മാതാവിൻ്റെ തിരുസുരഭവും വെഞ്ചിരിച്ച ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അത് പ്രകാരം എനിക്ക് ജോലിയിലെ എല്ലാ വീഴ്ചകളിൽ നിന്നും ഏതൊക്കെ രീതിയിലേക്ക് ഞാൻ താഴ്ചയിൽ പോയിട്ടുണ്ടോ അതിൽ നിന്ന് എന്നെല്ലാം മാതാവ് ഉയർത്തിക്കൊണ്ട് നിന്നിട്ടുണ്ട്. അതിനെല്ലാം എൻ്റെ മാതാവിന് 1000 നന്ദി പറയുന്നു. ഈ അനുഗ്രഹിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവിനും എൻ്റെ ഈശോയ്ക്കും സമർപ്പിച്ച് 1000 നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആത്മീയ ജീവിതത്തിൽ ഞാൻ കുടുംബ പ്രാർത്ഥനയിൽ അധികം സജീവമല്ലായിരുന്നു. കാരണം ജോലി നഷ്ടപ്പെട്ടതിൻ്റെ ഇതിൽ കുറേ മാനസിക ഡിപ്രഷനിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂട്ടുകാരൊപ്പം ചിലവഴിക്കാമെന്നായിരുന്നു എൻ്റെ ഒരു മൈൻഡ് അന്നത്തെ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഉടമ്പടി എടുത്തത് പ്രകാരം വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും കുംഭസാരത്തിനും എനിക്ക് അനുഗ്രഹത്തോടെ ഞാൻ നിറവേറ്റുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇവിടുന്ന് ഉടമ്പടി കൃപാസനത്തിൽ നിന്ന് ലഭിച്ച കൃപാസന പത്രവും ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് അവരുടെ അമ്മമാരോടൊത്ത് സംസാരിച്ച് അവർക്ക് പത്രങ്ങൾ സമർപ്പിച്ച് അവരോടൊപ്പം പ്രാർത്ഥിച്ച് അവിടെ സമയം ചെലവഴിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് എന്നോട് പറ്റാവുന്ന രീതിയിൽ ബാക്കിയുള്ളവർക്ക് സാമ്പത്തികമായും നന്മകളുമായും ഞാൻ അർപ്പിച്ചു പോകുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങൾക്ക് നൽകിയ എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോയ്ക്കും 1000 നന്ദി കൊണ്ട് ഞാൻ ഈശോയ്ക്കും എൻ്റെ മാതാവിനും 1000 നന്ദി പറയുന്നു. ഞാൻ മുരിക്കാശ്ശേരി ഇടവകക്കാരിയാണ്. എൻ്റെ പേര് ലൈസമ്മ ജോണി എന്നാണ്. ഞാനിവിടെ കൃപാസനത്തിൽ വരാൻ ഇടയായത് എനിക്ക് നട്ടൽ വേദനയായിട്ട് ഞാനിങ്ങനെ കിടന്നു പോയ ഒരാളായിരുന്നു. പിന്നെ ഇവിടെ വരാൻ എനിക്ക് പേപ്പർ കിട്ടി. എൻ്റെ കൊച്ചിനാണ് പേപ്പർ കിട്ടിയത്. ഇവിടെ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. ആ ചേച്ചി ആ കൊച്ചിനോട് പറയും, എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ മതി, മാതാവ് സൗഖ്യപ്പെടുത്തി തരുമെന്ന് പറഞ്ഞു. ഞങ്ങളത് വിശ്വസിച്ചു ഇവിടെ വരികയും വരാൻ വേഗമൊന്നും കിട്ടിയില്ല. 4 മാസം കഴിഞ്ഞാണ് ഇവിടെ വരാൻ പറ്റിയത്. മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് നവംബർ 26-ാം തീയതി ഞാനിവിടെ നവംബർ 23-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന്
ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്, ഇനി ഞാൻ മരുന്ന് കഴിക്കുകയില്ല എന്ന് പറഞ്ഞായിരുന്നു. മരുന്ന് കഴിക്കുമ്പം എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ തീർത്തും അവശതയായിപ്പോയി. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്ന് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ ക്ലാസ് കേൾക്കുകയും 90 ദിവസം ഉടമ്പടി പുതുക്കണമെന്നൊക്കെ പറഞ്ഞു, അതെല്ലാം കേട്ടു. അത് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നട്ടൽ വേദന വരികയും എവിടെയെങ്കിലും കിടക്കണമെന്ന് തോന്നുകയും ചെയ്തു. പക്ഷേ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് വേഗം കഴിയണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നായാലും വേഗം എൻ്റെ സമയം വേഗം മാതാവ് മാറ്റി തന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ പ്രദക്ഷിണത്തിന് നിൽക്കുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു മാതാവിനോട് പറഞ്ഞു, ഞാൻ മാതാവെ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അമ്മയ്ക്ക് എന്നോടൊന്നും തോന്നരുത്, ഞാൻ അമ്മയുടെ സന്നിധി ഇച്ചിരി അല്പം തന്നെ കിടക്കുവാന്ന് പറഞ്ഞു. ഞാൻ കമന്ന് കിടന്നു. അത് കഴിഞ്ഞ് കുറേ എത്ര നേരം കിടന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ എന്നിട്ട് കിടന്ന് കുറേ കഴിഞ്ഞപ്പം വൈകുന്നേരമായി. എനിക്ക് 600ാമത്തെ നമ്പറായിരുന്നു അന്ന് കിട്ടിയത്. അപ്പോൾ അത്രയും സമയം ഞാനവിടെ കിടന്ന് കൊച്ചനെ വിളിച്ച് അമ്മച്ചി നമ്മുടെ നമ്പർ വിളിക്കാറായി എന്ന് പറയും. ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഈ വലത് കാലിന് ചൂടനുഭവപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ചൂടനുഭവപ്പെട്ടത് എൻ്റെ ശരീരം മൊത്തം തീക്കകത്ത് നിൽക്കുന്ന പോലുള്ള ചൂടനുഭവപ്പെട്ടു. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ ചൂട് കുറച്ച് തന്നു കഴിഞ്ഞിട്ട് എനിക്ക് നട്ടലിൻ്റെ വേദനയുള്ള സ്ഥലത്ത് നിന്ന് തൊട്ട് മുകളിൽ നിന്ന് ഞാൻ അന്നേരം ഓർത്ത് വിയർപ്പൊഴുകുന്നതെന്ന് ചിന്തിച്ചത്. പക്ഷേ വിയർപ്പല്ലായിരുന്നു, അമ്മ എന്നെ തൊട്ട് സുഖപ്പെടുത്തിയതായിരുന്നു. അത് കഴിഞ്ഞ് പ്രദക്ഷിണ അവിടെ കയറി എൻ്റെ കൊച്ചിൻ്റെ പേര് വരെ വിളിച്ചു. അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാനും കൊച്ചിൻ്റെ കൂടെയുള്ള എന്നെയും കൂടെ വിളിക്കും അമ്മയെന്ന് പറഞ്ഞു. അന്നേരം എന്നെ ആ സിസ്റ്റർ 600 കയറി വരാൻ പറഞ്ഞു. ഞാൻ കയറി ചെന്നു. അത് കഴിഞ്ഞ് മാതാവിനെ തൊട്ട് വന്ദിച്ചിട്ട് നമ്മൾ പ്രദക്ഷിണത്തിന് ഇറങ്ങി പോരാൻ തുടങ്ങുമ്പം ഞാൻ ഇങ്ങോട്ട് അതിനു മുമ്പ് എൻ്റെ അടുത്ത് മാതാവ് വന്നായിരുന്നു. ഞാനിപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ മാതാവ് എൻ്റെ മുമ്പിൽ വന്നു. കാരണം ഞാൻ മാതാവിനെ എനിക്ക് കാണണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നായിരുന്നു. ഞാൻ എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞാണ് ഇറങ്ങുന്നത്. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞപ്പം മാതാവിൻ്റെ രൂപം എടുക്കുന്നിടത്ത് എൻ്റെ അടുത്ത് വന്ന അമ്മ അതേ രീതി നിറത്തിൽ, എനിക്കറിയത്തില്ല അതെങ്ങനെ പറയണമെന്ന്. അത്രയും മുഴുത്തായിട്ട് അമ്മ നിൽക്കുകയാണ്. അപ്പം എനിക്ക് തൊട്ട് വണങ്ങാതെ ഇറങ്ങിപ്പോരാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്ക് 3 പ്രാവശ്യം തൊടണം. പക്ഷേ സിസ്റ്റർ എന്നെ കണ്ട വഴക്ക് പറയുമോ, ആരും തൊടുന്നുണ്ടായിരുന്നില്ല മാതാവിൻ്റെ അടുത്ത് മാതാവിനെ തൊടുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് തൊടാതെ ഇറങ്ങാൻ പറ്റത്തില്ല. ഞാൻ മാതാവിനെ തൊട്ടു. എൻ്റെ കറണ്ട് അടിക്കും പോലെയായിരുന്നു എൻ്റെ ശരീരത്തേക്ക് ഫീൽ ചെയ്തത്. 3 പ്രാവശ്യം മാതാവിനെ തൊട്ട് വണങ്ങി ഞാൻ അവിടുന്ന് ഇറങ്ങി. ആ പ്രദക്ഷിണം വന്ന് അവിടുന്ന് അങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാനിങ്ങോട്ട് പോന്നിട്ട് എനിക്ക് വേദനയോ നട്ടൽ വേദനയോ അത്രയും നേരം എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു. അതൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പക്ഷേ മാതാവിനെ സുഖപ്പെടുത്തിയതാണെന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ലായിരുന്നു കേട്ടോ, വേർപ്പൊഴിയതാണെന്ന് തോന്നിയത്. പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എനിക്ക് നട്ടൽ വേദനയോ മരുന്ന് കഴിക്കുന്നോ ഒന്നും ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞ് ആ സുഖപ്പെടുത്തൽ ഞാനിവിടെ മാതാവ് എനിക്ക് അനുഗ്രഹം നൽകി. പിന്നെ ഞാൻ പോയ വഴിക്ക് എനിക്കൊരു വലിയ അപകടം ഉണ്ടായി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയപ്പം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയപ്പം ബൈക്കേലാണ് പോയത്. വേറൊരു ബൈക്കെ കൂട്ടിമുട്ടി ഞാൻ നടു റോട്ടിലോട്ട് വീഴുകയും അപ്പുറം ഇപ്പുറേന്നും വണ്ടി വരികയും ചെയ്തു. ഞാൻ ഭയങ്കര ശക്തിയായിട്ട് തന്നെ വീണ്. പക്ഷേ എനിക്കെൻ്റെ കയ്യിലും കാലിലും ചെറിയൊരു പോറലുണ്ടായുള്ളൂ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് അന്നേരം എനിക്ക് തോന്നുമായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എന്താണെന്ന് അറിയാതെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, മാതാവേ ഞാൻ ഉടമ്പടി ചെയ്ത് തെറ്റാണെങ്കിൽ അമ്മ എനിക്ക് പറഞ്ഞു തരണം. ഇല്ല, ഞാൻ എൻ്റെ ഇടവകയിൽ മാതാവിൻ്റെ പള്ളിയാണ്, മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി ഉപേക്ഷിക്കാൻ തയ്യാറാണ്. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞു തരണം, ഇല്ലെങ്കിൽ ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞു തരണം. കാരണം അത്ര വലിയ അപകടമാണ് എനിക്കുണ്ടായത്. പക്ഷേ എനിക്ക് അപകടം സംഭവിച്ചത് ശരിയാണ്. പക്ഷേ എൻ്റെ മേത്ത് ഒരു ശകലം മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അമ്മയുടെ അടുത്ത് 4 മണിയായപ്പം കുർബാനയ്ക്ക് പോയി. ഞാനവിടെ നിന്ന് പ്രാർത്ഥിച്ചു. കുർബാന സ്വീകരിച്ച് നാവിലിരിക്കുമ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയോടും മാതാവിനോട് ചോദിച്ചു, ഞാൻ മാതാവേ ഞാൻ ഉടമ്പടി എടുത്ത് ശരിയാണോ? ശരിയാണെങ്കിൽ അമ്മയ്ക്ക് എനിക്കിപ്പോൾ ഉത്തരം തന്നെ, എനിക്ക് എന്തിനും അപകടം ഉണ്ടാക്കി. പക്ഷേ അപകടം അന്നേരം 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പം അമ്മ എൻ്റെ മനസ്സിലേക്ക് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്നേരം തന്നെ ഞാനൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും സംഭവിച്ചില്ല അമ്മേ,
എൻ്റെ കയ്യേലും കാലിലും ഒരു തുള്ളി മുറിവേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. അത് വലിയൊരു ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, അമ്മേ അപ്പോൾ എനിക്ക് ബോധ്യമായി. അമ്മ എനിക്ക് പറഞ്ഞു തന്നു ഉടമ്പടി തന്നെ നിൽക്കാം. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെ ഉടമ്പടിയിലാണ്. കാരുണ്യപ്രവർത്തികൾ ഞാൻ പത്രം ഇവിടുന്നെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൊണ്ടുപോയി കൊടുത്തപ്പം 3-4 എൻ്റെ കയ്യിൽ നിന്ന് പാത്രം തീർന്നു പോയി. അപ്പം 3-4 പേര് ഓടി വന്ന് പേപ്പറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈശോയെ എൻ്റെ കയ്യിൽ നിന്ന് പേപ്പർ തീർന്നു പോയി എന്ന് പറഞ്ഞു. പിന്നെ കിട്ടിയ അനുഗ്രഹങ്ങൾ കാരുണ്യപ്രവർത്തികൾ സ്നേഹമന്ദിരത്തിൽ പോയി പൈസ കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കാൻ പോയിട്ടുണ്ട്. ആശുപത്രിയിലാണ് പോയേക്കുന്നത്, അവിടെ കൊടുക്കുകയും പിന്നെ ഒരു 10-12 വീടുകളിൽ പറ്റാതെ കിടക്കുന്ന കാരണന്മാരെ പ്രായമായപ്പം ഉപേക്ഷിച്ചിട്ട് അവർ പോയേക്കുവാണ്. അവർക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. അത് ഇന്നും ഞാൻ തുടർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല, എൻ്റെ പരപണിയായിരുന്നതുകൊണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, എനിക്കൊരു ഭവനമില്ലായിരുന്നു. 15 വർഷക്കാലമായിട്ട് ചോർന്നൊലിക്കുന്ന ഒരു വീടായിരുന്നു. ഇവിടുന്ന് മാതാവിൻ്റെ എണ്ണയും തൈലവും മാതാവിൻ്റെ രൂപമൊക്കെ കൊണ്ടുപോയി വെച്ചപ്പം എനിക്ക് വെക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്കൊരു ഭവനം പണിത് തരണമെന്ന്. അമ്മ എനിക്ക് ഭവനം പണിത് നല്ലൊരു എല്ലാ പണിയും പൂർത്തിയാക്കി മാതാവ് എനിക്ക് ഭവനം പണിത് പൂർത്തിയാക്കി തന്നു. എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും എനിക്കിവിടെ സാക്ഷ്യം പറയാനും അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന് സാക്ഷിയാവാനും കഴിഞ്ഞ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീല. ഞാൻ കൊല്ലം ജില്ല നിലമേൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2024 നവംബർ 15-ാം തീയതിയാണ്. എൻ്റെ മരുമകൾ സജന, ഇത് എൻ്റെ മകളുടെ മകൾ നന്ദന, കൊച്ചുമകൻ അഥർവ്, എൻ്റെ മകൻ്റെ മകൾ ധൻഷിക. ഞാൻ എൻ്റെ കൊച്ചുമകളുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അവൾക്ക് മാസത്തിൽ 2 പ്രാവശ്യം പീരീഡ്സ് ആവുമായിരുന്നു. ഞാൻ തൈലമിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അമ്മയുടെ സുഗന്ധാഭിഷേകം എനിക്ക് കിട്ടി. പിറ്റേ മാസം മുതൽ അവൾക്ക് മാസത്തിലൊരിക്കൽ പീരീഡ്സ് ആവുകയുള്ളായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ മാസവും ഓരോരുത്തരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കുമായിരുന്നു. ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുകയും പറയുകയും ചെയ്യും. അവരുടെ ഇവിടുത്തെ മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ പറയുകയും അവർ ഇഷ്ടമുള്ളവരെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഇവിടെ നിന്ന് പത്രങ്ങൾ വാങ്ങി മെഡിക്കൽ കോളേജിലും പള്ളികളിലും എല്ലാ സ്ഥലങ്ങളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊടുക്കുമായിരുന്നു. കാരുണ്യ പ്രവർത്തനമായിട്ട് പൊതിച്ചോറ് കൊടുക്കും. ബഡ് സ്കൂളിലും വൃദ്ധസദനങ്ങളിലും പൈസയും ഞങ്ങളുടെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അമ്മ മാതാവ് ഇത്രയും എനിക്ക് തന്ന അനുഭവത്തിന് മാതാവിനും യേശുവിനും 1000 നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ സാക്ഷ്യം പറയാൻ അവസരം ലഭിച്ച മാതാവിനും ഈശോയ്ക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് സജന. ഞാൻ ജൂലൈ 30, 2025 ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം, എൻ്റെ മകന് ജനിച്ച് 1.5 മാസം ആയപ്പോൾ തൊട്ട് അസുഖങ്ങളിങ്ങനെ വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് ശ്വാസം മുട്ടൽ സ്ഥിരം ഇങ്ങനെ വരും. മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോവേണ്ട അവസ്ഥയാണ്. സ്ഥിരം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. അങ്ങനെ അതുമൂലമാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഉടമ്പടിയിലാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ മോനെയും കൊണ്ട് ഇവിടെ ഒരു ദിവസം വന്നിരുന്നു.
വന്നതിന് ശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, ശ്വാസം മുട്ട് ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഇൻഹേലർ ഉപയോഗിക്കേണ്ടി വരരുതേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. നമ്മളിവിടെ നിന്ന് അങ്ങ് ചെന്നതിന് ശേഷം മോന് വീണ്ടും വയ്യാതായി, അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഹേലർ ഉപയോഗിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ്. ശരിക്കും അപ്പം നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ചു. ശരിക്കും നമ്മൾ മാതാവിൻ്റെ നാമത്തിൽ അതിനോട് നോ പറയേണ്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇൻഹേലർ ഉപയോഗിച്ചു തുടങ്ങി. ഉപയോഗിച്ചതിന് ശേഷവും അവന് ശ്വാസം മുട്ടിങ്ങനെ വന്നു, വീണ്ടും അസുഖങ്ങൾ വരാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു വയസ്സ് വരെ ഞാൻ ഇത് ഉപയോഗിക്കേണ്ടി വരാവും മാതാവേ, അതിനുശേഷം ഇത് ഞാൻ ഉപയോഗിക്കത്തില്ല. അവന് 6-ാം മാസം തൊട്ടാണ് അവന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് ഇൻഹേലർ. പ്രാർത്ഥിച്ച് പോയി. അതിനുശേഷം മോന് ഞാൻ ഇൻഹേലർ ഉപയോഗം ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത്, ഡോക്ടർ പറയുമ്പോൾ ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്ത്. ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ, ഉടമ്പടി തൈലം ഞാൻ ഇന്നും അവന് നെറ്റിയിലും മൂക്കിലും നെഞ്ചിലുമൊക്കെ വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. അതിൻ്റെ ഫലമായിട്ട് ഫർദർ ചെക്കപ്പിന് ഡോക്ടർ ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർ ബെറ്റർ ആണെന്ന് പറഞ്ഞു. ഇൻഹേലർ കുറേശ്ശെ ഇൻഹേലർ ഇത് ഡോസ് കുറച്ചാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഡോക്ടർ അങ്ങനെ ഡോസ് കുറച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്തായിരുന്നു. ഇപ്പോൾ അവന് ആസ്മയുടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈ അനുഗ്രഹം തന്നത് മാതാവാണ്. മാതാവിന് ഈശോയ്ക്ക് നന്ദി. ഇപ്പോൾ ഒരു വയസ്സാവുന്ന മുമ്പ് തന്നെ എനിക്ക് അവൻ്റെ ഇൻഹേലറിൻ്റെ ഉപയോഗം ഇൻഹേലർ നിർത്തി. പിന്നെ അതോടൊപ്പം തന്നെ മോന് അനീമിക്കുമായിരുന്നു. അവൻ അനീമിയയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റ് HB 10.5 9.5 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ മെഡിസിൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ആദ്യം ഒരു പ്രാവശ്യം ഇതിനുള്ള മെഡിസിൻ കഴിച്ചായിരുന്നു. എന്നിട്ട് അവന് മാറ്റമൊന്നുമില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം വീണ്ടും ഇതുപോലെ ഇതിന് ശേഷം വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അനീമിക്കാണ്, മരുന്ന് കൊടുക്കണം, 3 മാസം കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം മരുന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ കൊടുത്തില്ല. ഇതുപോലെ ഉടമ്പടി ഉപ്പ് അവന് കുടിക്കുന്ന വെള്ളത്തിൽ ഞാനിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഡെയിലി കൊടുക്കുമായിരുന്നു. കഴിഞ്ഞ മാസം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവന് 11.5 ആയിട്ട് മാതാവ് അത് ഉയർത്തി തന്നു. ഇപ്പോൾ അവന് ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ വലുതും ചെറുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഇവിടെ വരുമ്പോഴത്തേക്ക് പത്രം മേടിച്ച് കൊണ്ടുപോയി മെഡിക്കൽ കോളേജുകളിലും മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റാൻഡ്, ഓട്ടോ സ്റ്റാൻഡ് അവിടേക്ക് കൊടുക്കാറുണ്ട്. ആദ്യമൊക്കെ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാനൊരു ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാരെന്ത് പറയും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഒരുപാട് പേര് കളിയാക്കാറുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഹിന്ദുക്കളായിട്ട് ഇങ്ങനെ ഇപ്പം നീ ഇതിലാണോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് കാണാറുണ്ട് ഡെയിലി. പിന്നെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും. അത് നമ്മൾ മിസ് ചെയ്യാറില്ല, അത് ഷെയർ ചെയ്യാറുണ്ട്. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത് വൃദ്ധസദനത്തിൽ പോവും. അവിടെ കൃപാസനത്തെ പറ്റി നമ്മൾ പറയും. പിന്നെ അവിടുത്തെ അമ്മമാർക്ക് ഒരു ദിവസത്തെ ഫുഡിൻ്റെ ക്യാഷ് കൊടുക്കും. പൊതിച്ചോറ് കൊണ്ടുപോയി ഹോസ്പിറ്റലിലും റോഡിലൊക്കെ ഉള്ള ഇല്ലാത്തവർക്കൊക്കെ കൊടുക്കാറുണ്ട്. കയ്യിലുള്ളത് ആരെങ്കിലുമൊക്കെ വന്ന് സഹായം ചോദിക്കുമ്പം കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. പിന്നെ ബൈബിള് വായിക്കാറുണ്ട്, ജപമാല ചൊല്ലും. നമ്മൾ ഇവിടെ കൃപാസനത്തിൽ വരുന്നതിന് മുന്നേ അമ്മയൊക്കെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ നേരത്തെ തന്നെ പള്ളിയിൽ പോവുമായിരുന്നു, ഈശോയോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അപ്പം ഞാനും പോവായിരുന്നു. അപ്പോൾ അവിടുത്തെ ബ്രദർ പറയും ബൈബിള് വായിക്കണമെന്ന് പറയും. പക്ഷെ ഞാൻ വായിക്കാറില്ല. ഞാൻ എന്തിനാ വായിക്കുന്നേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇപ്പം ബൈബിള് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അന്ന് വായിക്കാഞ്ഞത് തെറ്റായിപ്പോയി. ബൈബിള് വായിക്കുമ്പോഴാണ് ഈശോയോട് കൂടുതൽ അടുക്കാൻ പറ്റിയത്, കൂടുതൽ അറിയാൻ പറ്റിയത് ക്രൈസ്തവ ഇതിനെ പറ്റി. ആദ്യം കൃപാസനത്തെ പറ്റി ഞാൻ ഇതിനു മുന്നേ 6 വർഷം മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ നിന്ന് സാക്ഷ്യം പറയുന്നത് ഞാൻ ഫേസ്ബുക്കിലൂടെ കണ്ടു.
അന്ന് ഞാൻ അമ്മേനെയൊക്കെ വിളിച്ച് കാണിച്ചിട്ട് അന്ന് ഞാൻ കളിയാക്കിയായിരുന്നു ശരിക്കും അവളെ. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോൾ സെയിം എനിക്കും അതുപോലെ അവൾ അന്ന് പറഞ്ഞ എന്താണോ സാക്ഷി അതുപോലെ ഒരു അനുഭവം എനിക്കും വന്നു എൻ്റെ വീട്ടിലത്തേക്ക്. അപ്പം ഞങ്ങൾ പറഞ്ഞാണ് എൻ്റെ വീട്ടുകാർ ഉടമ്പടി എടുത്തത്. അന്ന് എനിക്ക് മനസ്സിലായി അന്ന് ഞാൻ കളിയാക്കിയോണ്ടാവാം ഇന്ന് ഇങ്ങനെ ഒരിത് വന്നത്. പിന്നെ ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതിനെ ഓർത്തൊക്കെ ദുഃഖമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നു. കാരണം അത്രയും സങ്കടങ്ങൾ വന്നതുകൊണ്ടാണ് നമ്മൾ കൃപാസനത്തിലെത്തിയത്, എത്തിച്ചേരാൻ സാധിച്ചല്ലോ. അത് ഓർത്ത് സങ്കടങ്ങൾ മറക്കാറുണ്ട്. ഈശോയ്ക്കും ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി ആദ്യമേ അർപ്പിക്കുന്നു. അമ്മ പ്രത്യക്ഷപ്പെട്ടയാൾ താരയിൽ വന്ന് നിൽക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ പേര് ടിൻഡു ജോൺ. ഞങ്ങൾ വരുന്നത് ആയു എന്നാണ്. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ 2023 ന്യൂസിലൻഡിലേക്ക് പോയത്. ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് പോയത്. അതിന് മുമ്പ് ഞാൻ നാട്ടിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു 3.5 വർഷം. ഹയർ സ്റ്റഡീസിന് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു അവിടുത്തെ ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. എൻ്റെ ഹയർ സ്റ്റഡീസ് നടക്കുന്ന സമയത്താണ് അറിയുന്നത് നമ്മുടെ കരിക്കുലവും ന്യൂസിലൻഡിലെ കരിക്കുലവും തമ്മിൽ മാച്ച് ആവുന്നില്ല, അല്ല റിക്വയർമെൻറ്റ്സ് ഒന്നും കംപ്ലീറ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഡയറക്റ്റ് പ്രോസസ്സ് വഴി ഒന്നും നമുക്ക് ടീച്ചർ രജിസ്ട്രേഷൻ സാധിക്കുകയില്ല എന്നുള്ളത്. ആ സമയങ്ങളിലൊക്കെ മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. ആ സമയത്താണ് ഞാൻ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിരുന്നിടത്ത് ഒരു ചേച്ചി എനിക്ക് കൃപാസനം മാതാവിൻ്റെ കാശിരൂപം എൻ്റെ കയ്യിലേക്ക് തരുന്നത്. അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അഭയം പ്രാപിച്ചപ്പോഴൊക്കെ അതെനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. ജൂൺ 2025 ഞാൻ ന്യൂസിലൻഡിൽ വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എനിക്ക് ന്യൂസിലൻഡിലെ ടീച്ചർ രജിസ്ട്രേഷൻ എന്നുള്ളത്. രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ പിന്നെയും നമ്മൾ ഇവിടുന്ന് പോകുന്നതിന് ശേഷവും പിന്നെ നമ്മുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ഒക്കെ പാസ്സാകണമായിരുന്നു. അങ്ങനെ ഞാൻ ലാംഗ്വേജിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഞാൻ അമ്മ മാതാവിൻ്റെ എനിക്ക് ആ ചേച്ചി തന്ന കാശിരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ലാംഗ്വേജിന് എൻ്റെ എക്സാം എഴുതാൻ പോയി. എനിക്ക് എത്ര മാർക്കാണോ വേണ്ടത് അതിൻ്റെ 1 മാർക്ക് കൂടെ കൂട്ടിത്തന്ന അമ്മ മാതാവ് എന്നെ ആ ലാംഗ്വേജ് എക്സാം പാസ്സായി. അതിനുശേഷം നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു എങ്ങനെയാണ് നമ്മൾ ന്യൂസിലൻഡിലെ ടീച്ചിങ് കൗൺസിലിലേക്ക് കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോർമാറ്റ് ഒന്നും നമുക്കറിയില്ല. ഞാൻ ഒരുപാട് കാലം ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെ നമുക്ക് ഈ ഓവർസീസ് ടീച്ചേഴ്സിന് എങ്ങനെ രജിസ്ട്രേഷൻ കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ ഒരിക്കൽ ഞാൻ അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഒരു യൂട്യൂബ് വീഡിയോ എൻ്റെ കയ്യിലേക്ക് വന്നു. എങ്ങനെ അവിടുത്തെ ഒരു ടീച്ചർ തന്നെ ഈ ഓവർസീസ് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെ ടീച്ചർ രജിസ്ട്രേഷൻ പ്രോസസ്സൊക്കെ നടത്തുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്യുന്നു. പിന്നീട് എല്ലാം നടന്നത് വളരെ അത്ഭുതമായിരുന്നു. കാരണം നോർമലി അവിടെ ടീച്ചിങ് കൗൺസിലിങ്ങിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3.5 മാസം എടുക്കും. പക്ഷേ ഞാൻ ആ ഏജൻസി വഴി അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കും അത്ഭുതമായിരുന്നു. 1 ആഴ്ചയും കൊണ്ടാണ് എനിക്ക് എൻ്റെ ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടിയത്. അമ്മ മാതാവിൻ്റെ സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അത്ഭുതമെന്ന് തോന്നിയത് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ഡോക്യുമെൻറ്റ്സ് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും ആ സമയത്ത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ ഏജൻസി ആ ടീച്ചറിന് വരെ അത്ഭുതമായിരുന്നു. എങ്ങനെ ഒരിക്കലും ന്യൂസിലാൻഡ് ടീച്ചിങ് കൗൺസിൽ ഒരാളുടെ പേപ്പർ റിവ്യൂ ചെയ്താൽ എന്താണേലും ഒരു മാസമെങ്കിലും പിടി. പക്ഷേ ഒരാഴ്ച കൊണ്ട് എൻ്റെ ടീച്ചർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു അത്. അമ്മ മാതാവ് സമയച്ചുരുക്കത്ത് അതും 1 വീക്ക് കൊണ്ടാണ്. ഞാൻ പറയുന്നവർക്കെല്ലാം അത്ഭുതമാണ് ഒരു ടീച്ചിങ് കൗൺസിൽ 1 വീക്ക് കൊണ്ട് പാസ്സാകുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് ടീച്ചർ രജിസ്ട്രേഷൻ കിട്ടി. അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. രണ്ടാമതായിട്ട് പിന്നീട് ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു എൻ്റെ 2ാമത്തെ നിയോഗം.
ഡിസംബർ 7 മുമ്പ്, അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസമായ ഡിസംബർ 7 മുമ്പ് എനിക്കൊരു ജോലി ലഭിക്കണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഓൺലൈൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന 2ാമത്തെ നിയോഗമായിരുന്നു അത്. അങ്ങനെ ഞാനവിടെ റിലീവിങ് ടീച്ചറായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോകും. അപ്പോഴൊക്കെ എൻ്റെ പോക്കറ്റിൽ അമ്മ മാതാവിൻ്റെ കാശിരൂപമുണ്ടായിരുന്നു. അവിടുത്തെ കുഞ്ഞുങ്ങളെ വളരെ വ്യത്യസ്തമാണ് അവിടുത്തെ ക്ലാസ് റൂംസൊക്കെ. അപ്പോൾ ഇവിടെ മാനേജ് ചെയ്തിട്ട് അവിടുത്തെ കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള നമുക്ക് ഭയങ്കര മാനസികമായിട്ട് ചില സ്ട്രെസ്സ് വരും. പക്ഷേ അപ്പോഴൊക്കെ അമ്മ മാതാവിൻ്റെ കാശിരൂപം എന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ എനിക്കതെല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു. എനിക്ക് റിലീവിങ് അവേഴ്സ് എല്ലാം കിട്ടി. അങ്ങനെ ഡിസംബർ 7 മുമ്പ് ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു നിയോഗം എന്നിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരിക്കൽ ഞാനൊരു മർത്തോമക്കാരിയാണ്. അന്നേരം ഞങ്ങളുടെ ആരാധനയിൽ എനിക്ക് പ്രസംഗിക്കാനൊരവസരം കിട്ടി അവിടെ ചെന്ന്. അന്ന് ദൈവമാതാവിനോടുള്ള അറിയിപ്പിൻ്റെ ദിവസമായിരുന്നു. അപ്പോൾ മാതാവിനെ തന്നെ പറ്റി പറയുവാൻ എനിക്കവിടെ ആദ്യമായിട്ട് ആ പള്ളി ദേവാലയത്തിൽ പ്രസംഗിക്കാൻ സാധിച്ചു. അന്ന് ആ ദിവസമാണ് ഞാനൊരു 100 ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്. ന്യൂസിലാൻഡിലുള്ളവർക്കറിയാം, അവിടുത്തെ ടീച്ചിങ് കോഴ്സ് പാസ്സായവർക്കാണ് പെട്ടെന്ന് ജോലി കിട്ടും. ഞാൻ ഇവിടുന്ന് ടീച്ചിങ് കോഴ്സ് കഴിഞ്ഞു പോയ ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ 100 ആപ്ലിക്കേഷനിൽ കൂടുതൽ അയച്ചു. എല്ലാം അൺഫോർച്ചുനേറ്റ്ലി യു ആർ അൺസക്സസ്ഫുൾ എന്ന റിപ്ലൈ മാത്രം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ മാതാവിന് വേണ്ടി ഞാൻ ആരാധനയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു ശനിയാഴ്ച ദിവസമായിരുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. അന്ന് ഞാൻ വേദപുസ്തകം എടുത്ത് മാതാവിൻ്റെ പ്രാർത്ഥനകളൊക്കെ മാതാവിനെ പറ്റി ഞാൻ എഴുതി വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഒരുപാട് ആപ്ലിക്കേഷൻ അയക്കാനുണ്ട്. ഇന്ന് എന്തായാലും ഞാൻ ഒരു ആപ്ലിക്കേഷനും അയക്കുന്നില്ല. ഇന്ന് മാതാവിന് വേണ്ടി ഞാൻ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടും ദേവാലയത്തിൽ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമെന്ന് പറയും. അങ്ങനെ ഞാൻ പ്രിപ്പറേഷന് വേണ്ടി എൻ്റെ ഡയറി എടുത്തു വെച്ചപ്പോൾ അവിടെ നിന്ന് ഒരു സെക്കൻഡറി സ്കൂളിൽ നിന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ എന്നെ വിളിക്കുന്നു. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോയി. അവിടെ ആ ഇൻ്റർവ്യൂവിന് ചെന്ന സമയത്ത് സാധാരണ നല്ല പോണക്ക് പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടാണ് ഞാൻ പോവാറുള്ളത്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവരെന്നോട് ഒരു ചോദ്യം ചോദിച്ചു, കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ടിൻറ്റുവിൻ്റെ വീക്ക്നെസ് എന്താണെന്നുള്ളത്. അന്നേരം ഞാൻ അവിടെ സ്റ്റക്കായിപ്പോൾ. എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് ഞാൻ അന്നേരമാണ് ചിന്തിക്കുന്നത്. അപ്പം ഞാൻ വളരെ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു. എൻ്റെ വീക്ക്നെസ് ചില പ്രോബ്ലങ്ങൾ വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വളരെ ടെൻഷൻ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ അത് കേട്ട് ഭയങ്കര ചിരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കരമായിട്ട് അവരിങ്ങനെ ചിരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് എന്താ നമ്മുടെ അവിടുത്തെ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും സ്ട്രെങ്തായിട്ട് ഫീൽ ചെയ്യണം. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഡിസംബർ 2 ഒരു ചൊവ്വാഴ്ച ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ നമ്മുടെ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിന് 11 ഇവിടുത്തെ 11:30 സമയത്ത് ഞാൻ ധ്യാനം കൂടാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് അവിടെ സ്കൂളിൽ നിന്ന് കോൾ വരുന്നു, ടിൻറ്റുവിനെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിസംബർ 7 മുമ്പ് ഡിസംബർ 2 എനിക്ക് ആ സ്കൂളിൽ സെലക്ഷൻ കിട്ടി. ഞാൻ ഈ വ്യാഴാഴ്ച ന്യൂസിലാൻഡിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ 28 ഞാൻ ജോയിൻ ചെയ്യും. ഒരിക്കലും ഡിസംബർ 7 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഞാനിട്ട് പ്രാർത്ഥിച്ചു. ഡിസംബർ 2 മുമ്പ് അമ്മ മാതാവ് എനിക്ക് ജോലി തന്ന് എന്നെ സഹായിച്ചു. അതുപോലെ തന്നെ എൻ്റെ മമ്മിയാണിത്. മമ്മി കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കല്യാണത്തിന് ശേഷം തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത്. അന്ന് മുതൽ തന്നെ മമ്മീനെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് ഇപ്പോൾ 2.5 വർഷം ആവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ മമ്മിയുടെ വിസിറ്റിംഗ് വിസ ഇട്ടു. ആദ്യമൊക്കെ അവർ ജെനുവിൻ കാൻഡിഡേറ്റ്സ് അല്ല, കുറേ ഡോക്യുമെൻറ്റ്സ് അവർ ചോദിച്ചു. ഞാൻ ഇന്നലെ വരാനിരുന്നതാണ്. എന്നാൽ ഇന്നലെ പല സാഹചര്യങ്ങളും എനിക്ക് വരാൻ പറ്റിയില്ല. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക്, അതും എൻ്റെ 3ാമത്തെ നിയോഗമായിരുന്നു, മമ്മിയുടെ വിസ ഇന്നലെ സാങ്ഷനായി. അടുത്ത മാസം മമ്മി ഞങ്ങളുടെ കൂടെ വരികയാണ്. പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഡോക്യുമെൻറ്റേഷൻ സമയത്ത് എനിക്ക് അത്ഭുതമെന്ന് തോന്നിയത്, അവരെനിക്ക് അയച്ചു തന്ന എന്നോട് പറയുകയാണ്, നിങ്ങൾ ടീച്ചിങ് കൗൺസിൽ കൊടുക്കുമ്പോൾ ഒരു ഫോർമാറ്റിൽ വേണം നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് ഒരിക്കലും അറിയില്ല. അവരെന്നോട് പറഞ്ഞത് മേരി പ്ലസ് ട്രാൻസ്ക്രിപ്റ്റ്, മേരി പ്ലസ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അന്നേരം എനിക്ക് മനസ്സിലായ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അവിടെ അറിയാൻ സാധിച്ചു. ഇതിലൊക്കെ ഉപരിയായ ആത്മീകമായിട്ട് ഒരുപാട് വളരുവാൻ എനിക്ക് സാധിച്ചു.
എനിക്ക് തോന്നുന്നു ഞാൻ നാട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ ദൈവത്തോടും അമ്മ മാതാവിനോടും എനിക്ക് കൂടുതൽ അടുക്കാൻ സാധിച്ചു. എല്ലാ ദിവസവും ഞാനും എൻ്റെ കുടുംബവും പ്രാർത്ഥിക്കും. അതുപോലെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും വഴി നടത്തിയ അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. സുവിശേഷ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ ഉടമ്പടി ധ്യാനമൊക്കെ ഞങ്ങൾ എപ്പോഴും സമയം കണ്ടെത്തി ഞങ്ങളത് കണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമായിട്ടുള്ള ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവർത്തനമായിട്ട് മമ്മി നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ മന്ത്ലി ഞങ്ങൾ മമ്മിക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ അവരെയും സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ വന്നത് 15 ദിവസത്തെ ലീവിനാണ് വന്നത്. ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് പോകാനും അതുപോലെ തന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനിയും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ട് പോകുവാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ ഇത്രത്തോളം വഴി നടത്തി എൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കും. അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ദേവി പാർവതി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2025 മെയ് 23-നായിരുന്നു. ഞാൻ വളരെ ബുദ്ധിമുട്ടി വിഷമിച്ചിരുന്ന ഒരു സമയത്ത്, എൻ്റെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്താണ് ഒരു ചേച്ചി വീട്ടിൽ വന്നിട്ട്, ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിൽ എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടാനുള്ള പൈസ പോലും ഭയങ്കരമായിട്ട് തടസ്സമായിട്ട് ഇപ്പോഴും ഉടനെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ്. അത് കേട്ടപ്പം ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചു കരഞ്ഞു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തൊരു ചേച്ചി വന്നിട്ട് മോളെ ഇവിടെ ആരും ഇല്ലേ എന്ന് വിളിച്ചു. അപ്പം ഞാൻ ചെന്ന് കഥ തുറന്നപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, എന്തെങ്കിലും സംഭാവന ചെയ്യണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേച്ചി എൻ്റെ കയ്യിലൊന്നുമില്ല, 10 രൂപ പോലും എടുക്കാനില്ല, ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ്, ഏത് അനാഥാലയമാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്നിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു സാരമില്ല മോളെ, ഞാൻ 2 മാസം ഇരിക്കാതെ വരും, അപ്പോൾ എനിക്ക് തന്നാൽ മതി, ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഇത്തിരി ഭക്ഷണം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്താ ചേച്ചി അകത്തോട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു അകത്തിരിക്കുന്നില്ല, വെളിയിൽ സിറ്റൗട്ടില്ല സോപാനം പോലുള്ള അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്ന് ചേച്ചി ഭക്ഷണം കഴിച്ചപ്പോൾ അതിന് വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തിനാ മോള് കരഞ്ഞത്, എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു മോൾക്ക് മാതാവിൽ വിശ്വാസമുണ്ടോ, ക്രിസ്ത്യൻസിൽ വിശ്വാസമുണ്ടോ, മോൾ ഹിന്ദു അല്ലേ, വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ വിശ്വാസം, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഞാനും പള്ളിയിൽ അവരുടെ കൂടെ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ പറയുന്നൊരു പള്ളിയുണ്ട് ഇതുപോലെ കൃപാസനം കലവൂരാണ്, അവിടെ പോയി പ്രാർത്ഥിക്കും, മോടെ എല്ലാ തടസ്സങ്ങളും മാറ്റി കിട്ടും, മോടെ എല്ലാ വിഷമങ്ങളും മാറി കിട്ടുമെന്ന് ആ ചേച്ചി എന്നോട് പറഞ്ഞു. എന്നിട്ട് ആ ചേച്ചിയുടെ കയ്യിലിരുന്ന് ഒരു മാതാവിൻ്റെ രൂപം എൻ്റെ കയ്യിൽ തന്നു, ഒരു ലോക്കറ്റ്. എന്നിട്ട് ചേച്ചി പോയി. ആ ലോക്കറ്റ് വെച്ച് ഞാൻ അന്ന് രാത്രി മൊത്തം കരഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് ആ പൈസ എങ്ങനെയും റെഡിയായി കിട്ടണേ, എൻ്റെ ഈ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യുന്നത് എങ്ങനെയും റെഡിയായി കിട്ടണേ, എല്ലാം സഹായിച്ച് കിട്ടണേ എന്ന് ഞാൻ മാതാവ്, എനിക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. 2ാമത്തെ ദിവസം ഉടനെ ഇല്ലെന്ന് പറഞ്ഞ ആ വ്യക്തി തന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ GPay വഴി എനിക്ക് ആ 50,000 രൂപ എനിക്ക് ഇട്ടു തന്നു. ഞാൻ പോയി 12-ാം തീയതി ആയിരുന്നു എനിക്ക് ബാംഗ്ലൂർ പോകേണ്ടത്. പോയി കാര്യങ്ങൾ സാധിച്ചു. ഇവിടെ 23-ാം തീയതി ഇവിടെ ഞാൻ വന്ന ദിവസം തന്നെ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് മാതാവിന് ചൂടാനുള്ള മുത്തുക്കുട പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ആ ചേച്ചി ഞാൻ പറഞ്ഞ കൂട്ടത്തിലുണ്ടായിരുന്നു അതൊക്കെ കിട്ടുന്നത് ഭാഗ്യമാണെന്ന്. അപ്പോൾ ആ മുത്തുക്കുട പിടിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. തിരിച്ചു പോകുന്ന വഴി മേഘങ്ങൾക്കിടയിൽ മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും, ഇവിടെ വന്നിട്ട് പോകുന്നതിൻ്റെ രീതിയിൽ എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അപ്പം ഹസ്ബൻഡിനോട് പറഞ്ഞു, കുഞ്ഞിനോട് പറഞ്ഞു, അവർക്ക് 2 പേരും അവരും കണ്ടു മാതാവിൻ്റെ രൂപം. 1 മിനിറ്റോളം ഉണ്ടായിരുന്നു, പിന്നീട് അത് മാഞ്ഞുപോയി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് കുഞ്ഞു കാര്യങ്ങളും ഞാൻ നാക്കെടുത്ത് എന്താണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ എനിക്ക് സാധിച്ചു കിട്ടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്.
പിന്നെ എനിക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നു. എനിക്ക് വിദേശത്ത് പോകാനുള്ള എൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വന്നു. പക്ഷേ ആ തടസ്സങ്ങൾ വന്നപ്പോഴും ഞാൻ വിചാരിച്ചു, എൻ്റെ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നില്ലല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ലാഞ്ഞിട്ടാണോ, എനിക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്. ഇവിടെ പറഞ്ഞതും പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ യൂട്യൂബിൽ വഴി ധ്യാനങ്ങളും ഒക്കെ അതെല്ലാം അനുസരിച്ചാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നതിലെന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചു. ജോലി ചെയ്യുമ്പോഴും എല്ലാം ഞാൻ യൂട്യൂബിൽ അത് വെച്ച് അച്ഛൻ്റെ പ്രാർത്ഥനയും ധ്യാനങ്ങളും എല്ലാം കേട്ടുകൊണ്ട്, പിന്നെ അതുപോലെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു. ഞാൻ ഓരോരുത്തരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുക എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിച്ചു. പക്ഷേ പിന്നീട് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു, ആ തടസ്സങ്ങളൊക്കെ എനിക്ക് അതിലും നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്ക് മാതാവ് തന്നെ തെളിയിച്ചു തന്നു. പിന്നെ അതിലും നല്ലെടുത്ത് ആദ്യമേ തടസ്സം വന്നു പോയ ജോലി കഴിഞ്ഞ് എനിക്കിപ്പോൾ ഖത്തറിൽ നല്ലൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്നായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞാണ് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 90% കിട്ടില്ല, 10% ഉള്ളൂ ചാൻസ് ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. 70 വയസ്സ് കഴിഞ്ഞതുകൊണ്ട് ഓപ്പറേഷനും ഒന്നും ചെയ്യാൻ പറ്റില്ല, റിസ്ക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഒരുപാട് പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മയുടെ അടുത്തും ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അടുത്തും പറഞ്ഞു, കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ അച്ഛൻ ഒരു കുഴപ്പമില്ല. 72 മണിക്കൂർ കഴിഞ്ഞ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഓപ്പറേഷൻ വേണ്ട, മരുന്ന് മാത്രം മതി, 2 ദിവസം കഴിയുമ്പം ഡിസ്ചാർജ് ചെയ്യാം, ഇത്ര ഇതായിട്ട് റിസ്ക് ആയിട്ടിരുന്നതല്ലേ, അതുകൊണ്ട് 2 ദിവസം ഇവിടെ കിടക്കട്ടെ, എന്നിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് വന്നു. പിന്നെ ഞാൻ സന്ധ്യാപ്രാർത്ഥന ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചു, അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതി, വേറെ ഒന്നും വേണ്ട, നടന്നില്ലെങ്കിലും വേണ്ടയില്ല, അച്ഛനൊന്ന് എഴുന്നേറ്റിരുന്നാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ എൻ്റെ ചേട്ടത്തി എന്നോട് പറയുന്നു, അച്ഛൻ ഇന്നലെ ചാടി എഴുന്നേറ്റ് ഇരുന്നടി, താഴെ ഇറങ്ങിയിരുന്നെന്ന്. എന്നെ NG ട്യൂബ് ഉണ്ടായിരുന്നു, കത്തീറ്റർ ഉണ്ടായിരുന്നു, ആ ട്യൂബുകളെല്ലാം ഇട്ട് അതുപോലെ സൈഡ് റെയിൽസ് പൊക്കി വെച്ചിരിക്കുമായിരുന്നു ബെഡിൻ്റെ. പിന്നെ അച്ഛൻ എങ്ങനെ താഴെ ഇറങ്ങിയിരുന്നെന്ന് എനിക്കറിയത്തില്ല, ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണെന്ന്. ഞാൻ സ്റ്റക്കായി ഇരുന്ന് പോയി. അപ്പോൾ ഞാൻ ചേട്ടത്തി എന്നോട് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, വല്ലാതിരിക്കുന്നത്, ഇത് കേട്ടിട്ട് എന്താ വല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചു. സന്തോഷമല്ല. ഞാൻ പറഞ്ഞു അതല്ല. അപ്പോൾ ഞാൻ ചേട്ടത്തിയോടും പറഞ്ഞു ഇതുപോലെ ഞാൻ സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചു, പിറ്റേന്ന് രാവിലെ കേൾക്കുന്നത് ഇതാണ്, അച്ഛൻ എഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ അച്ഛന് ഒരു കുഴപ്പമില്ല, സംസാരിക്കുന്നതിന് ചെറിയ വ്യത്യാസം ഉണ്ട്, സംസാരത്തിലൊരു വ്യക്തതയില്ല, അതേ ഉള്ളൂ. അല്ലാതെ അച്ഛൻ എഴുന്നേറ്റ് നടക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അച്ഛന്. അതുപോലെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് ബാത്റൂമിൽ തെന്നിയടിച്ച് തലയടിച്ച് താഴെ വീണു. അപ്പോൾ ഒരു 8-9 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആകെപ്പാടെ പേടിയായിപ്പോയി. ഞാനൊരു നേഴ്സാണ്, ഞാൻ ഇത്തിരി കടന്നേ ചിന്തിക്കുകയുള്ളൂ, ഇനി ഇൻറ്റേർണൽ ബ്ലീഡിങ് വല്ലതും ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഭയങ്കര ടെൻഷനായിപ്പോയി എനിക്ക്. അപ്പോൾ അവനെയും കൊണ്ട് ഞങ്ങൾ ഈ ഉടമ്പടി തൈലം എടുത്ത് ഞാൻ നെറ്റിക്ക് തൂത്തു, ഉപ്പിട്ട് കൊടുത്തു, തേൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, തേൻ കൊടുത്തു. അങ്ങനെ മാതാവിൻ്റെ കാശുരൂപം വെച്ച് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു 1 മണിക്കൂർ ഒന്ന് നോക്കാം, ഇനിയും വൊമിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്യാം, കുഞ്ഞല്ലേ ഉടനെ സ്കാൻ ചെയ്യേണ്ട, റേഡിയേഷൻ കുഞ്ഞിന് പറ്റില്ലല്ലോ, അത് നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷനായിട്ട് ഞാൻ നല്ലതായൊരു കരയുമായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട്. അപ്പോൾ 1 മണിക്കൂറിനിടയിൽ 1 വട്ടം കൂടി വൊമിറ്റ് ചെയ്തപ്പോൾ ഞാൻ 2ഉം കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്നപ്പോൾ മാതാവിനെ വീണ്ടും കരഞ്ഞു വിളിക്കുക, മാതാവേ, കുഞ്ഞിൻ്റെ തലയിൽ നിന്ന് ഞാൻ കാശുരൂപം മാറ്റിയതേ ഇല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വൊമിറ്റും ചെയ്തില്ല, കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല സ്മാർട്ടായിട്ട് എഴുന്നേറ്റ് വന്നു. ഒരു മരുന്നുമില്ല, ആകെ പാരസിറ്റമോൾ ഹാഫ് മാത്രം കൊടുത്തത്. പിന്നെ വീട്ടിൽ വന്നു, 2 ദിവസം കൂടെ നീ നോക്ക്, കുഴപ്പമൊന്നുമില്ല, നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഒരു സാക്ഷ്യം. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ ക്രാഷ് കോഴ്സിന് വന്നതെന്ന് വെച്ചാൽ 2 ക്രാഷ് കോഴ്സ് 1 മാസം, ഒരു ക്രാഷ് 11 ദിവസം വീതം. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഉറക്കത്തിൻ്റെ ഇതുള്ളത്, താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്, നേരത്തെ എഴുന്നേൽക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ഉറങ്ങും. അങ്ങനെ ഉറക്കത്തിൻ്റെ 5 മിനിറ്റ് കിട്ടിയാൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം മാതാവിനോട് ഞാൻ ഇതുവഴിയാണ് പോകുന്നത്, ഇവിടെ അടുത്തുള്ള ഒരു അക്കാഡമിയിലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് പോയപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് പോയി, മാതാവേ ഞാൻ ഉറങ്ങല്ലേ, ക്ലാസ്സിലിരുന്ന് ഞാൻ ഉറങ്ങല്ലേ. അപ്പം നേരത്തെ ഞാൻ എൻ്റെ കാശുരൂപം മാലയിലാക്കി ഇട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രഭാഷണം ഞാൻ കേട്ടതിനകത്ത് അച്ഛൻ പറയുന്നുണ്ട്, കഴുത്തിട്ടിട്ടാൽ അത് ആഭരണവും കയ്യിൽ വെച്ചാൽ ആയുധവുമാണെന്ന് പറഞ്ഞു, നമ്മുടെ ഉടമ്പടി കാശുരൂപം. അന്ന് ഞാനത് കഴുത്തിൽ നിന്ന് ഊരി, എന്നിട്ട് പിന്നെ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. കഴുത്തിലിട്ടാൽ ആഭരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഉറക്കം വരുന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപം എടുത്തു വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആദ്യത്തെ ക്രാഷിന് 11 ദിവസമുണ്ട്, 11 ദിവസവും ഞാൻ ഉറങ്ങിയിട്ടില്ല. രണ്ടാമത്തെ ക്രാഷിന് 1 ദിവസം, അത്
സിട്രസിൻ കഴിച്ചതുകൊണ്ട് ഒരു ചെറിയ മയക്കം വന്നെങ്കിലും ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു. രണ്ടാമത്തെ ക്രാഷിൻ്റെ 7ാമത്തെ ദിവസമാണ് എൻ്റെ കാശ് രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ബാഗിലിട്ടിരുന്നു. റൂമിൽ വന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇട്ടിരുന്ന സിബ് തുറന്ന് കിടക്കുമായിരുന്നു. എൻ്റെ ഹെഡ്സെറ്റ്, അതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം പോയ കൂട്ടത്തിൽ എൻ്റെ കാശ് രൂപവും പോയി. എനിക്ക് എന്തു പോയാലും കുഴപ്പമില്ലായിരുന്നു. എൻ്റെ കാശ് രൂപം പോയത് 2 ദിവസത്തോളം ഞാൻ ആഹാരം കഴിച്ചില്ല. എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബുക്കിൽ എഴുതി വെക്കും, മാതാവേ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് വന്നെങ്കിൽ മാപ്പാക്കണേ, ക്ഷമിക്കണേ, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് മാത്രം ഞാൻ എഴുതി വെച്ചു. തിരിച്ചു പോകുന്ന വഴി, ക്രാഷ് കഴിഞ്ഞു തിരിച്ചു പോകുന്ന വഴി ലഗേജ് ഇവിടെ വെളിയിൽ വെച്ചിട്ട് ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് പ്രൊമട്രിക് എക്സാമാണ് ഖത്തറിൻ്റെ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് എനിക്ക് കാശ് രൂപം ഇല്ലാതെ പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു, ഹോൾ ടിക്കറ്റ് കാണിച്ചു, അച്ഛനെ കണ്ടു. അച്ഛൻ ഇവിടുന്ന് ഒന്ന് പ്രാർത്ഥിച്ചൊരു ലോക്കറ്റ് തന്നു, ഒരു കാശ് രൂപ മാതാവിൻ്റെ തന്നു. അത് ഞാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പം കയ്യിലൊന്നും ഇടാൻ പറ്റില്ല, എക്സാം സെൻറ്ററിൽ കയ്യിലൊന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഞാനത് മാലയിൽ ഇട്ടുകൊണ്ട് കയറി. അപ്പോൾ അകത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, കൊന്ത ഊരണോന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അതും എനിക്കൊരു അനുഗ്രഹമായിട്ട്. അപ്പോൾ അകത്ത് ചെന്നു. ഞാൻ 75 ക്വസ്റ്റ്യൻ, 150 ക്വസ്റ്റ്യൻ ആയിരുന്നു ഞങ്ങൾക്ക് പ്രൊമട്രിക്കിന്. 75 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡ് ആകെ ബ്ലാങ്ക് ആയിപ്പോയി. ആ ക്വസ്റ്റ്യനിൽ കൂടി എൻ്റെ കണ്ണ് പോകുന്നുണ്ടെങ്കിലും അത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ക്വസ്റ്റ്യൻ എന്താണ്, ഏതാണ് ആൻസർ ചെയ്യേണ്ടതെന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അത്ഭുതം എന്ന് പറയാൻ, ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തെങ്കിലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ 75ാമത്തെ ക്വസ്റ്റ്യൻ ഞാനാണോ ചെയ്തത് മാതാവാണോ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. 76ാമത്തെ ക്വസ്റ്റ്യൻ കയറി വന്ന്, ക്വസ്റ്റ്യൻ ആണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം സിസ്റ്റം ഡൗൺ ആയി പോയതാണെന്ന് അറിയത്തില്ല, മിന്നി മറഞ്ഞു പോകുമായിരുന്നു സിസ്റ്റം, കമ്പ്യൂട്ടറിലെ സിസ്റ്റം പെട്ടെന്ന് മിന്നി മറഞ്ഞു പോവുക. ഞാൻ പേടിച്ചു പോയി, 75 ക്വസ്റ്റ്യൻ കഴിഞ്ഞതാണല്ലോ, ഇനിയും സിസ്റ്റം ഡൗൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഇനിയും സമയം കിട്ടത്തില്ലല്ലോ, ഞാൻ തോറ്റു പോകുമല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റിൽ കൈ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. നോക്കിയപ്പോൾ എന്താ ECGയുടെ ചിത്രം വരുവാ, ഇതിൽ ക്വസ്റ്റ്യൻ വരുമായിരുന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. കാരണം എൻ്റെ ആ മൈൻഡ് മാറ്റി മാതാവ് തന്നതാണ് എനിക്ക്. പിന്നീട് 3 മണിക്കൂറത്തെ എക്സാമിന് ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എൻ്റെ എക്സാം ഫിനിഷ് ചെയ്തു. ബാക്കി 1/2 മണിക്കൂർ കൊണ്ട് ഞാൻ ഒന്നുകൂടി എല്ലാം റിവൈൻഡ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് 75 മാർക്ക്, പാസ് മാർക്ക് കിട്ടിയാൽ മതിയെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. എനിക്ക് 92 മാർക്ക് കിട്ടി, ഞാൻ പാസ്സായി. പാസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മാതാവിൻ്റെ കഴിവുകൊണ്ടും എൻ്റെ സാറിൻ്റെ കഴിവുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലും മാതാവിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ 15 വർഷമായി നേഴ്സിംഗ് പഠിച്ചിറങ്ങിയിട്ട്. ആകെ 2 വർഷമേ ഉള്ളൂ ഞാൻ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തത്, ബാക്കി ഒരു ക്ലിനിക്കിലാണ് ചെയ്തത്. അപ്പം വലിയ എക്സ്പീരിയൻസോ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്കറിയില്ല, തിയററ്റിക്കലായിട്ടൊന്നും വലിയതറിയില്ല. ആ ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഓർമ്മ വന്നത് എൻ്റെ മാതാവ് എന്നെ സഹായിച്ചത് കൊണ്ടാണ്. എൻ്റെ മൈൻഡ് വിട്ടുപോയപ്പോൾ എന്നെ മൈൻഡ് തിരിച്ചു കൊണ്ടു തന്നത് എൻ്റെ മാതാവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ വന്നപ്പോൾ ചോദിച്ചായിരുന്നു, എൻ്റെ കാശ് രൂപം കളഞ്ഞു പോയി, അപ്പോൾ എനിക്ക് ഇനിയും കാശ് രൂപം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ഉടമ്പടി തീരുമ്പം പുതിയ ഉടമ്പടി എടുത്താൽ മതി, കാശ് രൂപം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 1-ാം തീയതിയാണ് 90 ദിവസം കഴിയുന്നത്. ആ 1-ാം തീയതി തന്നെ ഞാനിവിടെ വന്നു, പുതിയ ഉടമ്പടി എടുത്തു, കാശ് രൂപം കിട്ടി. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ കൈക്കൊന്ത വാങ്ങിച്ച് അതിലിട്ടിരിക്കുകയാണ്. ഇനി നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ നഷ്ടപ്പെടുത്തി കളയത്തില്ലെന്ന് തന്നെ വിചാരിച്ച് ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഇവിടെ ആ ചേച്ചി പറഞ്ഞിരുന്നു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ കൗണ്ടറിൽ ചെന്നു കണ്ണടച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, മാതാവ്. വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല, ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ എന്തു പറഞ്ഞാലും എനിക്ക് സഹായിച്ചു കിട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടണം. കാരണം എൻ്റെ ഇത് നഷ്ടപ്പെട്ടു പോയതാണ് മാതാവിൻ്റെ കാശ് രൂപം. അതുകൊണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു ഉറപ്പ്, ഒരു മനസ്സമാധാനം കിട്ടണമെങ്കിൽ എനിക്ക് മാതാവിനെ തന്നെ എൻ്റെ കയ്യിൽ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു. അപ്പോൾ ആ ചേച്ചി ആ ഡബ്ബ കൊണ്ടുവന്നു. അതിൽ നിന്ന് ഞാനൊരു തിരിഞ്ഞു കിടക്കുമായിരുന്നത് എടുത്തു നോക്കിയപ്പോൾ മാതാവെന്ന് കണ്ടു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ചലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി എനിക്ക് അവിടെ നിന്നപ്പോൾ. കരയണോ ചിരിക്കണോ എന്തുവാണെന്നറിയത്തില്ല, ശരീരം പെരുക്കുവാണോ എന്തോ, ഞാൻ വീട് പോകുമെന്ന് പോലും ചിന്തിച്ചു പോയി. ആ ചേച്ചി പാടിത്തന്ന മാതാവിൻ്റെ പ്രാർത്ഥന പാട്ട് പാടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഏതോ ഒരവസ്ഥയിലാണ് ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ വന്നത്. പിന്നെ അപ്പം എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. അതുപോലെ ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ അനുഭവങ്ങളെല്ലാം എല്ലാവരോടും ഞാൻ പറയും.
പിന്നെ ക്രാഷ് കോഴ്സിന് പോയിട്ടുള്ള ഓരോ കുട്ടികളോടും ഞാൻ മാതാവിൻ്റെ കാര്യം പറയുമ്പോൾ അവരെ എന്നെ പറയും, ചേച്ചി അവരും ഇവിടെ ഉടമ്പടി എടുത്തവരുണ്ട്, അവരുടേത് സാധിക്കാത്തത് പോലും ഞാൻ പറയുന്നത് സാധിക്കും ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പോഴും ഇന്നിങ്ങോട്ട് വരുന്ന വഴിയിലും ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വസ്തു കച്ചവടത്തിൻ്റെ കാര്യം നീ പറഞ്ഞാൽ കേൾക്കും, മാതാവ് കേൾക്കും. അങ്ങനൊരു അനുഭവങ്ങളാണ് എനിക്ക് കിട്ടിയത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് മാതാവിനെയും ഈശോയെയും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. എൻ്റെ സ്വപ്നത്തിൽ കാണുക ഇങ്ങനെ വന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്, സംസാരിക്കുന്നൊന്നുമില്ല, എന്ന് സ്വപ്നത്തിൽ വന്ന് നിൽക്കുന്നു. എനിക്ക് ഏജൻസിക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം എങ്ങൂന്ന് ഒരു ഇതുമില്ല, സ്വർണ്ണങ്ങളെല്ലാം വിറ്റിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പം ഞാനിവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ വന്ന് 1-ാം തീയതി 2-ാം തീയതി എനിക്ക് 2 ലക്ഷം രൂപ കിട്ടി. ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത്, മോളെ ഇതുപോലെ 2 ലക്ഷം രൂപ ഉണ്ട്, നിനക്ക് വേണോ പോകുന്ന കാര്യത്തിന്. ഇനി എനിക്ക് 1 ലക്ഷം രൂപയും കൂടി വേണം. ഞാനിപ്പം വിശ്വസിക്കുന്നത്, ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് എനിക്ക് അത് റെഡി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇതുവരെ വിശ്വസിച്ചതെല്ലാം എനിക്കത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇന്ന് എനിക്ക് കയറി പോകേണ്ടതായിരുന്നു, 15-ാം തീയതിക്കായിരുന്നു ടിക്കറ്റ്. അപ്പം മിനിങ്ങാന്ന് 13-ാം തീയതി രാത്രിയായപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര അസ്വസ്ഥത. ഞാൻ വന്ന് സാക്ഷ്യമൊന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹം എൻ്റെ മാതാവ് ഈശോ എനിക്ക് സാധിച്ചു തന്നിട്ട് എനിക്ക് സാക്ഷ്യം പറയാതെ പോകേണ്ടി വരുമോ എന്നുള്ളൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രാത്രി 9:30 ആയപ്പോൾ ഏജൻസിയിൽ നിന്ന് അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഡേറ്റ് നീട്ടി വെച്ചിട്ടുണ്ട്, 18-ാം തീയതിയാണ് പോകുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, 15-ാം തീയതി എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇപ്പോൾ 18 ആയത്? അത് അവിടെ എന്തോ അവധിയാണ്, അപ്പോൾ അവിടെ ചെല്ലുന്നവരെ പിക്ക് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് ആളില്ല, അതുകൊണ്ട് 18-ാം തീയതി ആയിട്ട്. അപ്പോൾ എനിക്ക് ഒരാശ്വാസം, മാതാവ് ഇടപെട്ട് ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മാതാവ് ഇടപെട്ട് എനിക്ക് നീട്ടി തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ മാതാവിൻ്റെ എന്ത് കണ്ടാലും ഞാൻ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ അറിയാവുന്നവരോടും അറിയാത്തവരോടും എന്നോട് സംസാരിക്കുന്നവരോടെല്ലാം ഞാൻ എൻ്റെ മാതാവിനെ പറ്റി പറയും. എനിക്ക് ഇത്രയും അനുഭവ സാക്ഷ്യങ്ങൾ കിട്ടിയത് എൻ്റെ മാതാവിൻ്റെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതെല്ലാം. അതുപോലെ തന്നെ എൻ്റെ മനസ്സ് വല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്ന, ഫേസ്ബുക്ക് ആയാലും എന്ത് തുറന്നു നോക്കിയാലും മാതാവിൻ്റെ ഇതാണ് കാണുന്നത്. എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് എല്ലാം. ദൈവം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ് എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധിക്കും. ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് എങ്ങനെ അല്ലാതെ പ്രാർത്ഥിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു കുഞ്ഞമ്മയോട് പറയുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറയും, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ മാതാവേ. പക്ഷേ എന്തോ എനിക്കറിയില്ല, അമ്മ കുഞ്ഞുങ്ങൾക്ക് സഹായിച്ചു കൊടുക്കുന്ന പോലെ എൻ്റെ മാതാവ് എനിക്ക് സഹായിച്ചു തരുന്നുണ്ട് ഇപ്പം ഈ നിമിഷം വരെ. ധ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ധ്യാനം ഞാൻ യൂട്യൂബ് വഴിയുള്ളതെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഓൺലൈൻ വഴി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട്, കൃപാസന ഉടമ്പടി പത്രം കൊടുക്കുന്നുണ്ട്, കൃപാസന പത്രം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാഴിക, തലവേദന, അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തൂക്കുക, ഉടമ്പടി ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്താലും മാതാവ് എനിക്ക് അതിന് എല്ലാം സഹായിച്ചു. അതുകൊണ്ട് ഞാൻ പറയുന്നവർക്കെല്ലാം മാതാവിൻ്റെ വിശ്വാസം. എത്രയോ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ വഴി, എൻ്റെ കൂട്ടുകാരികൾ വന്നിട്ടുണ്ട്, എൻ്റെ ഒരു ചേച്ചി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് പേര് ഇനിയും വരാനിരിക്കുന്നവരുമുണ്ട്. പിന്നെ സഹായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഇതായിട്ടിരിക്കുകയാണ് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. എങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി എന്നോട് ആര് സഹായം ചോദിച്ചു വന്നാലും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഇനിയും ഞാൻ ചെയ്യും. കാരണം ഇനി എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് എനിക്കൊരു സ്ഥിതി തന്നു കഴിഞ്ഞാൽ